ഹൈസ്കൂൾ പഠനം പോലും പൂർത്തിയാക്കാത്ത ഓസ്ട്രേലിയക്കാരൻ സ്കോട്ട് നീസൺ അമേരിക്കയിൽ അന്നത്തെ ഏറ്റവും വലിയ ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയായ 20th സെഞ്ചുറി ഫോക്സിന്റെ തലവനായതും പിന്നീട് അദ്ദേഹം കംബോഡിയയിലെ ദരിദ്ര കുട്ടികൾക്ക് വേണ്ടി തന്റെ എല്ലാ സമ്പത്തും ഉപേക്ഷിച്ചതും ഈ ഒരു അത്ഭുത കഥയാണ് ഇന്ന്. ഹൈസ്കൂൾ പഠനം നിർത്തിയ സ്കോട്ടിന് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഒരു ജോലി നൽകി, സഞ്ചരിക്കുന്ന സിനിമാ കമ്പനിയുടെ പ്രൊജക്ടർ പ്രവർത്തിപ്പിക്കുക. പിന്നീട് അദ്ദേഹം അവരുടെ മാർക്കറ്റിംഗ് അസിസ്റ്റന്റായി, ഹോയ്റ്റ്സ് സിനിമാ ശൃംഖലയുടെ MDയും ഡിസ്ട്രിബ്യൂഷൻ ഹെഡുമായി. അങ്ങനെ ഫിലിം പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയിൽ 26 വർഷം പയറ്റിത്തെളിഞ്ഞ സ്കോട്ട് 20th സെഞ്ചുറി ഇന്റർനാഷണൽ എന്ന അമേരിക്കൻ പ്രൊഡക്ഷൻ കമ്പനിയുടെ പ്രസിഡന്റ് വരെയായി. ടൈറ്റാനിക്, സ്റ്റാർ വാർസ്, എക്സ്മെൻ എന്നീ ബ്ലോക്ക് ബസ്റ്റർ ഹോളിവുഡ് സിനിമകളുടെയൊക്കെ റിലീസും മാർക്കറ്റിംഗും നടന്നത് സ്കോട്ടിന്റെ കീഴിലായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ വരുമാനം $2 ബില്യൺ എന്നാൽ മണിമന്ദിരങ്ങളും ലക്ഷറി കാറുകളും യോട്ടുകളും സിനിമയിലെ സെലിബ്രിറ്റി ഫ്രണ്ട്സും ഒന്നും സ്കോട്ടിനെ സന്തോഷിപ്പിക്കാതെയായി. സ്കോട്ടിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ, എനിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. കാരണം എനിക്ക് കൂടുതൽ പണവും പ്രശസ്തിയും ഒക്കെ കിട്ടുന്തോറും എൻ്റെ സന്തോഷം കുറഞ്ഞു വരുന്നു എന്ന വസ്തുത എന്നെ അമ്പരപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്കോട്ട് ഒരിക്കൽ കംബോഡിയയിലേക്ക് ടൂർ പോകുന്നത്. അവിടെ പലയിടത്തായിട്ട് കൂടിക്കിടക്കുന്ന വലിയ മാലിന്യ കൂമ്പാരങ്ങളിലേക്ക് നോക്കി അദ്ദേഹം ഞെട്ടിപ്പോയി. അതിലെല്ലാം ഈ പുഴുക്കളെ പോലെ ഞൊളയ്ക്കുന്നത് കൊച്ചു കുട്ടികളാണ്. ആ മാലിന്യ കൂമ്പാരത്തില് ഹോസ്പിറ്റലിൽ നിന്ന് തള്ളിയ ചീഞ്ഞ ശവശരീരഭാഗങ്ങളും മനുഷ്യ വിസർജ്യവും എല്ലാം ഉണ്ട്. അതിനിടയിൽ കിടന്നാണ് ഈ കൊച്ചുകുട്ടികൾ പ്ലാസ്റ്റിക് ബോട്ടിലും ചില്ലും മെറ്റൽ കഷ്ണങ്ങളും ഒക്കെ പെറുക്കിയെടുക്കുന്നത്. അതിനിടയിൽ നിന്ന് കുറച്ച് ഭക്ഷണം കൂടെ കിട്ടിയാൽ അന്ന് അവർക്ക് ലോട്ടറി അടിച്ച സന്തോഷമാണ്. സ്കോട്ടിന് ഇതൊക്കെ കണ്ടു നിൽക്കാവുന്നതിലും അധികമായിരുന്നു. അദ്ദേഹം ആദ്യം 45 കുട്ടികളെ അവിടെ നിന്ന് രക്ഷിക്കാൻ തീരുമാനിച്ചു. ആശ്ചര്യം എന്ന് പറയട്ടെ, ആ കുട്ടികൾ സ്കോട്ടിനോട് ആവശ്യപ്പെട്ടത് പണമോ നല്ല ഭക്ഷണമോ ഒന്നുമല്ല, ഞങ്ങളെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാമോ എന്നതായിരുന്നു. സ്കോട്ട് ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ ഈ മക്കൾക്ക് വേണ്ടിയാണ്. അമേരിക്കയിലെ തന്റെ എല്ലാ സമ്പത്തും വിറ്റ് അദ്ദേഹം കംബോഡിയയിൽ ഈ അനാഥ മക്കളുടെ ഇടയിൽ ജീവിക്കുന്നു. അവർക്കായിട്ട് സ്കൂളുകൾ നടത്തുന്നു. ഇന്ന് ഇത്തരത്തിൽ 4000-ഓളം മക്കളെ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ലോകത്തിന്റെ മുൻപിൽ കരുണയുടെ മഹാകടലായി ജീവിക്കുന്ന സ്കോട്ട് നമുക്കെല്ലാവർക്കും, ഈ മനുഷ്യരാശിക്ക് തന്നെ പ്രതീക്ഷയുടെ പുത്തൻ കിരണവും പ്രചോദനവുമാണ്. താങ്ക് യു.